പ്രതിനിധീകരിച്ച് നിന്നിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ KPZ എന്റെ അഡ്മിൻ ചോദിച്ചിരുന്നല്ലോ, ഫോൺ നമ്പർ തരട്ടെ, ഇപ്പൊ വിളിക്കുന്നോ, സംസാരിക്കുന്നോ, കോളിംഗ് പ്രോഗ്രാമിൽ ഇടട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അതിനൊന്നും താങ്കൾക്ക് മറുപടിയില്ല. 24 മണിക്കൂറും താങ്കളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യലല്ല എന്റെ ജോലി കേട്ടോ. എനിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്. എനിക്ക് താങ്കൾക്ക് മറുപടി നൽകലല്ല എൻ്റെ ജോലി. എൻ്റെ വീഡിയോയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും എൻ്റെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ വിയോജിപ്പ് താങ്കൾക്ക് ലഭിക്കുന്ന മീഡിയയിലൂടെ പ്രകടിപ്പിക്കാം. മന ക്ലാസ്സുകളാണ് നമ്മള് വീട്ടിലെ ഊണ് എന്ന് യാത്രകളിൽ ഉടനീളം പലയിടങ്ങളിൽ നിന്നായി കേൾക്കാറുണ്ട്. ഹലാൽ മീറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹലാൽ ചിക്കൻ എന്ന് കേട്ടിട്ടുണ്ട്, ഹലാൽ കോണ്ടം എന്ന് കേട്ടോ, അതും നമ്മളെ ഈ കേരളം കേൾപ്പിച്ചു. ഹലാൽ മഞ്ഞപ്പൊടി എന്ന് കേട്ടോ, അതും നമ്മൾ കേട്ടു. ഹലാൽ ടൂറിസ്റ്റ് വരെ നമ്മൾ കേട്ടു. ഇപ്പം ആളുകൾ പരസ്പരം ചോദിക്കുന്നു, ഹലാൽ പ്രസവം, ശരീഅത്ത് പ്രസവമോ? അങ്ങനെ സിസേറിയൻ നോർമൽ ഇത് മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ശരീഅത്ത് പ്രസവം, അങ്ങനെ ഒരു പ്രസവം ഉണ്ടോ? വീട്ടിലെ ഊണെന്ന് കേട്ടിട്ടുണ്ട്, വീട്ടിലെ പ്രസവം. ഇനി എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു ഈ കേരള താലിബാനികൾ കാരണം. നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ് മുതിർന്ന ആളുകളൊക്കെ, നമ്മുടെ ഉമ്മാടെയും ഉമ്മമാടെയും ഒക്കെ പ്രായമുള്ള ആളുകൾ പ്രസവിച്ചു, ഇരട്ട കുട്ടികളായിരുന്നു, ഒരു കുഞ്ഞു മരിച്ചുപോയി, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, അതല്ലെങ്കിൽ പ്രസവത്തിൽ സ്ത്രീയും കുഞ്ഞും മരിച്ചുപോയി. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 12 വയസ്സിൽ അമ്മയാകേണ്ടി വന്ന പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മ മരിച്ചിട്ട് കുഞ്ഞ് രക്ഷപ്പെട്ടിട്ട് പിന്നീട് ആ നോവില് ഉരുകിത്തീർന്ന ബാല്യത്തെ സംബന്ധിച്ച് അങ്ങനെ ദുരിതകാലത്തിന്റെ നെടുവീർപ്പുകളെമ്പാടും നമ്മൾക്ക് ചുറ്റും തന്നെ കാണാൻ സാധിക്കും. നമ്മളത് കണ്ടിട്ടുമുണ്ട്. ഇത് ഓടി വന്ന് പ്രസവിക്കുന്നു, തിരിച്ചു പോയിട്ട് വീട് വൃത്തിയാക്കുന്നു, വീട് അടിച്ചു വാരി തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രസവിക്കാൻ മുട്ടിയത്, വന്നു പ്രസവിച്ചു തിരിച്ചു. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. വീട്ടിലെ ഊണ് പോലെ ഒരു ഏർപ്പാടാണോ വീട്ടിലെ പ്രസവം എന്നത് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. 2 ജീവനുകൾ വെച്ചിട്ടൊരു കളിയാണ് ഇവർ കളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് ഈ നവോത്ഥാന കേരളത്തെ കൊണ്ടുപോയി കെട്ടിയിട്ട് അതിനെ പെയിന്റ് അടിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഇപ്പോ 1 മാസം പോലും ആയിട്ടില്ല, അക്യൂപങ്ചറാണ് 2 പേരും, 2 ദമ്പതികൾ, അവർ 2 പേരും ഫോളോ ചെയ്തത് അക്യൂപങ്ചർ ആയിരുന്നു. ഒരു വീട്ടില് പ്രസവം സക്സസ് ആയി, ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വിവാദമുണ്ടാക്കിയത് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും. ആരോഗ്യകരമായിട്ടുള്ള പ്രസവം നടന്നു, വാക്സിനേഷൻ കൊടുത്തിട്ടില്ല, ആരോഗ്യകരമായിട്ടുള്ള പ്രസവം നടന്നു എന്ന് ഇവർ പറയുന്നു. ഇനി അതിന്റെ അനന്തര ഫലങ്ങൾ ഭാവിയിലാണ് ആ സ്ത്രീയും കുട്ടിയും അനുഭവിക്കാൻ പോകുന്നത്. ഇരിക്കട്ടെ, ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ആ കുഞ്ഞിനുണ്ട്. അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നിലവില് ആ കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രശ്നം. ഇപ്പൊ എന്താണ് ഇതിന്റെ ഇപ്പോ നിലവില് എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നമുക്കറിയില്ല. ഈ കുഞ്ഞ് ഇവരുടേത് തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞാൽ മാത്രമല്ലേ DNA പരിശോധനകൾ നടത്തി അത് തെളിയിക്കണ്ടേ? ആശുപത്രിയിലാണെങ്കിൽ അവർക്ക് ഉറപ്പാണ് ഈ അമ്മയുടെ കുട്ടിയാ. ഇപ്പൊ ഈ സ്ത്രീ ഗർഭിണിയായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചികിത്സയ്ക്ക് വിധേയമായിട്ടുണ്ടോ? ഡോക്ടറെ കാണാൻ എല്ലാ മാസവും വേണ്ടുന്ന ആരോഗ്യകരമായിട്ടുള്ള ചികിത്സാ രീതികൾ, സ്കാനിങ്ങോ എക്സ്റേയോ അതല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ ബ്ലഡ് കൾച്ചർ ചെയ്യലോ യൂറിൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഫോളിക് ആസിഡ് പോലെയുള്ള എന്തെങ്കിലും മെഡിസിൻ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇവര് ഗർഭിണിയായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇവര് തന്നെയാണ് ഈ കുട്ടിയെ പ്രസവിച്ചത് എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ശാസ്ത്രീയമായി യാതൊരു തെളിവുമില്ലാതെ ഒരു പൈതലിനെ കൊണ്ടുവന്നിട്ട് പറയുന്നു വീട്ടിലെ പ്രസവമാണ്, പച്ചവെള്ളം മിക്സ് ചെയ്യും, വീട്ടിലെ പ്രസവമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് തരാതെ വന്നപ്പോഴേക്ക് ഉറഞ്ഞു തുള്ളുക.
മാധ്യമങ്ങളെയൊക്കെ വിളിക്കുന്നു, പ്രസ് മീറ്റ് നടത്തുന്നു. എന്തൊരു പ്രശ്നമാണെന്ന് നോക്കിയേ. 2 ജീവനുകൾ വെച്ചിട്ട് ഒരു കളി. ആ കുഞ്ഞിൻ്റെയും അമ്മയുടെ ഒറ്റയടിക്ക് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ചിന്തിച്ചു പോകുക. ഇത് അമ്മ കുഞ്ഞുങ്ങള് മാതൃ ശിശു മരണനിരക്കുകൾ നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് ഇത്രയും കുറഞ്ഞതിന് കാരണം എന്താ? ഗർഭിണിയാണ് എന്നറിയുന്നത് മുതൽ കൃത്യമായി അവര് ചെന്നൊന്നുകിൽ ഗവൺമെന്റ് അതല്ലെങ്കിൽ പ്രൈവറ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൃത്യമായിട്ട് തരാതരം സമയാസമയങ്ങളിൽ കണ്ട് അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ ഉറപ്പുവരുത്തി അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടല്ലേ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് കുറഞ്ഞത്? അല്ലാതെ വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ടാണ്. ഇനി എത്ര പേരെ കൊലയ്ക്ക് കൊടുക്കാൻ കിടക്കുന്നവര്? ജനിക്കുന്ന കുഞ്ഞ് കരയാൻ 5 മിനിറ്റ് വൈകിയാല് അതിനിടയിൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് നൽകാൻ വീട്ടിൽ സാധിക്കുമോ? സാധിച്ചിട്ടില്ലെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചാൽ പോലും തലച്ചോറിന് വളർച്ചയില്ലാതെ ജീവിതകാലം മുഴുവനും അത് അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം അതിനെ നോക്കുന്ന വീട്ടുകാരും മാതാപിതാക്കളും അനുഭവിക്കേണ്ടി വരും ആ ദുരന്തം, ആ ദുരിതം. നമ്മള് നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതിനെ അവഗണിച്ചതിന്റെ പേരിൽ മാത്രം അത് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ക്രിമിനൽ കുറ്റം ചെയ്ത ആള്? തലച്ചോറിലേക്ക് കുറച്ചു നേരത്തേക്ക് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരുന്ന കുഞ്ഞുങ്ങളിലെ കണ്ടുവരുന്ന ഒരു രോഗമുണ്ട്, ഹൈപ്പോക്സിക് ഇൻകീമിക് എൻസെഫലോപ്പതി. ഈ അവസ്ഥയെന്നാണ് ഞാൻ കണ്ടത് കേട്ടോ ഗൂഗിളില്. ഇത് മിനിറ്റുകളും സെക്കൻഡുകളും ഒരാളുടെ വിധി നിർണയിക്കുന്നതിന് കാരണമാകുവാണ്. അതല്ലാതെ മതപുസ്തകങ്ങളും അതിനകത്തെ കുത്തും കോമയിലുമൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും നോക്കിയിട്ടല്ല. നമ്മുടെ അനാസ്ഥ കൊണ്ട് ഒരു കുഞ്ഞിന് ലഭിക്കേണ്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ, അതിന് ജന്മാവകാശമായി കിട്ടേണ്ടുന്ന ആരോഗ്യ പരിചരണങ്ങൾ കിട്ടാതെ പോകുന്നു. ഗർഭവും പ്രസവവും ഒന്നല്ല, 2 2 ജീവൻ കയ്യിൽ പിടിച്ചിട്ടുള്ള വലിയ ഒരു പരീക്ഷണമാണ്, ഒരു കടമ്പയാണ്. 2 ജീവനുകളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ 2 പേർക്കും ജീവൻ തിരിച്ചു കിട്ടും. വീട്ടിലെ പ്രസവം ഇവരിങ്ങനെ ഈ രൂപത്തിൽ പരസ്യം ചെയ്യുമ്പോൾ ഇതെങ്ങനെ നമ്മുടെ നാട്ടുകാരും മാതൃകയാകും? ആലോചിക്കണം. സ്വർഗത്തിൽ പോകും എന്ന് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നോ? ഇപ്പോൾ ലോട്ടറിയും കൊണ്ട് വരുന്ന ആള് പറയും, ഇത് ബമ്പർ ലോട്ടറിയാണ്, എടുത്തോ, എന്നാ നാളെ നിങ്ങളുടെ തലവര തെളിയും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, എന്നപ്പോ നിങ്ങൾക്ക് ഇതങ്ങ് എടുത്താ പോരെ? നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ അത് എടുത്താല്? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സുകളിലേക്ക് അപ്പപ്പോ വരുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. നിങ്ങൾ എടുത്തിട്ട് ആദ്യം നിങ്ങൾ